ഹായ് നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു സപ്താഹ യജ്ഞമാണ് കോട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ. അപ്പോൾ ശരിക്കും ഇന്ന് 4ാം ദിവസമാണ്. ഗംഭീര സദ്യയാണ്, അതുപോലെ എല്ലാ പ്രോഗ്രാമും അടിപൊളിയാണ്. അപ്പോൾ ശരിക്കും ആൾക്കാരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. അണ്ണാ നമസ്കാരം. ഇന്ന് എത്രാമത്തെ ദിവസമാണ്? ഇന്ന് 4ാം ദിവസമാണ്. 4ാം ദിവസമാണ്. ഒക്ടോബർ 12 ഞായറാഴ്ച. ഇന്ന് 4ാമത്തെ ദിവസമാണ് സപ്താഹം തുടങ്ങി. ഇനി എത്ര ദിവസമുണ്ട്? ഇനി 3 ദിവസം കൂടെ ഉണ്ട്. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലയോ? നാളെ പ്രധാനപ്പെട്ട ദിവസമാണ്. രുക്മിണി സ്വയംവരം നടക്കുന്ന ദിവസമാണ് നാളെ. ഓഹോ. രുക്മിണി സ്വയംവരം ഞങ്ങൾ ഇവിടെ ദൃശ്യവൽക്കരിക്കുന്നുണ്ട്. രുക്മിണിയും കൃഷ്ണനെയും ഒരുക്കി അഷ്ടലക്ഷ്മികളെയും ഒരുക്കിയിട്ട് ആ രുക്മിണി സ്വയംവരത്തിന്റെ ഒരു ദൃശ്യവൽക്കരണം നടത്തപ്പെടുന്നതാണ്. അപ്പൊ ശരിക്കും ഗംഭീര പരിപാടിയാണ് ഈ പ്രാവശ്യം. ഗംഭീര പരിപാടിയാണ് നടക്കുന്നത്. അതൊരു അന്നദാനം വിഭവസമൃദ്ധമായ സദ്യ നടക്കുന്നത്. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതിൽ കൂടുതൽ വിഭവസമൃദ്ധമായ സദ്യ. ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് നാടൻ സാധനങ്ങളാണ് ഉപയോഗിച്ചത്. എല്ലാം നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സദ്യയാണ് നടക്കുന്നത്. അതുകൊണ്ട് വരുന്നവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുക്കുന്നു. വളരെ നല്ല രീതിയിൽ. ഇനി നാളെ തൊട്ട് വീണ്ടും വരാനുള്ളവർക്കൊക്കെ വരാം. നാളെ വരാനുള്ളവർക്ക് എല്ലാവർക്കും വരാം. നാളെ ഇവിടെ ഭയങ്കര സദ്യയാണ്. നാളെ കല്യാണ സദ്യ എന്ന് പറയുമ്പോൾ ഉപ്പേരി, പർപ്പടകവും പരിപ്പും എല്ലാം കൂട്ടിയുള്ള സദ്യയാണ്. ഗംഭീര സംഭവം. നമസ്കാരം, പേരെന്തുവായിരുന്നു? രവീന്ദ്രൻ. എത്ര വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്? 30 വർഷം. ഇപ്പം നമ്മുടെ കാറ്ററിംഗിന്റെ പേര് അമ്മാക്കാരൻ. ഇവിടെ നമ്മുടെ കൊട്ടൂർ അമ്പലത്തിൽ എങ്ങനെയുണ്ട്? കൊട്ടൂർ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. വർഷങ്ങൾ കൊണ്ട് പാചകം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. നാടൻ സാധനങ്ങൾ അവിടെ കിട്ടുന്നതല്ല. പടവലങ്ങ നാടന്, ഏത്തക്കൊല നാടന്, സർവ്വ സാധനം നാടൻ സാധനങ്ങൾ. പയറ് ഇഷ്ടം പോലും മേടിച്ചു തരും, ആവശ്യം പോലും ചെയ്യാനും പറയും. അത് മതിയോ എന്ന് ചോദിക്കും. നമസ്തേ ചേട്ടാ, പേരെന്തുവായിരുന്നു? സുധീഷ്. എങ്ങനെയുണ്ട് നമ്മുടെ അന്നദാനം? ഞങ്ങള് എല്ലാ 4 ദിവസമായിട്ട് 4 ദിവസം കൊണ്ട് കഴിയുന്നുണ്ട് അല്ലയോ? നാടൻ വിഭവങ്ങളെല്ലാം ഉള്ളത്. എങ്ങനെയുണ്ട് ഊണ്? എങ്ങനെയുണ്ട്? നമസ്കാരം, പേരെന്തുവായിരുന്നു? എങ്ങനെയുണ്ട് അന്നദാനം? നമസ്കാരം, പേരെന്തുവായിരുന്നു? മോഹൻ. എങ്ങനെയുണ്ട് നമ്മുടെ അന്നദാനം? അന്നദാനമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പൊതുജനങ്ങളുടെ നല്ല സഹകരണമുണ്ട്. ശരിക്കും ഭയങ്കര തിരക്കാ അല്ലേ? 4ാമത്തെ ദിവസം ഭയങ്കര തിരക്കാ. 4ാമത്തെ ദിവസം എന്ന് പറയുന്നത് പൊതുവെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്കാണ് കണ്ടത്.